ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റസൂൽ പൂക്കുട്ടി, ഫിറോസ്, സജന, ദിയാകൃഷ്ണ ഈ വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത്. മറ്റൊരു വിഷയമല്ല. അപ്പൊ റിയാക്ഷൻ ചാനലായ ഞങ്ങൾ ആ വിഷയങ്ങളായിരിക്കും കൂടുതൽ എടുക്കുക. അപ്പൊ നിങ്ങൾ ചിലർക്കൊന്നും അത് ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് നോട്ടിഫിക്കേഷൻ വരികയല്ലേ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങളുടെ മൊബൈലിന്റെ ഹോം പേജ് വരില്ലേ തമ്പനയിലൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തൊരു നിങ്ങൾ ഈ വിഷയം എടുത്ത് കാണരുത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത വിഷയം എന്തിനാണ് നിങ്ങൾ കാണുന്നത്. അത് പക്ഷെ ഞങ്ങൾക്കിത് ചെയ്തേ പറ്റുള്ളൂ. കാരണം റിയാക്ഷൻ ചാനലാണ്, നമുക്ക് വ്യൂസും സബ്സ്ക്രൈബും നമ്മുടെ ചാനല് റീച്ചും ഒക്കെ ആവണം. അല്ലെങ്കിൽ ഈ ചാനലിന്റെ ഫ്രണ്ട് വൈറ്റ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ എല്ലാം ബ്ലാക്ക് ആയിട്ട് മോശമായിട്ട് കിടക്കും. അതല്ലാതെ ഇരിക്കണമെങ്കിൽ വീഡിയോ ചെയ്യണം. അപ്പം എന്താണോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ആ വിഷയം എടുക്കുക എന്നുള്ള, അല്ലാതെ അഭീതമായതുകൊണ്ട് അതെടുക്കില്ല എന്നൊന്നും വലിയ എത്തിച്ച് വിചാരിക്കുന്ന കാര്യമില്ല. പിന്നെ അതുകൊണ്ടാണ് ഇന്നിപ്പോ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ടൈം ഉണ്ട്, അതുകൊണ്ടാണ് 3ാമത്തെ വീഡിയോ. താല്പര്യം ഇല്ലാത്തൊരു കാണരുത്. അഥവാ എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ട് കളയാ കേട്ടോ. വേറെ വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് കാണുക. ഓക്കെ. അപ്പം ഇന്നിപ്പോ ചെയ്യുന്ന വീഡിയോ രാവിലെ ഇട്ടിരുന്ന ഒരു വിഷയം, ഈ സജനയൊക്കെ വന്ന് ഒത്തിരിയും കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, സജനയുടെ സ്വഭാവവും അപ്പം നമ്മൾ അറിയണം, ദിയാസനയുടെ അറിയണം, റസൂൽ പൂക്കുട്ടിയുടെ അറിയണം. അല്ല, ഞാൻ വിചാരിക്കുകയാണ് ഈ ഓസ്കാർ എന്ന് പറഞ്ഞപ്പോ ഇത് എന്തോ വലിയൊരു സംഭവം എന്ന് ഓർത്തിട്ടില്ലേ. ശരിക്കും ഈ സൗണ്ടിന് ഇങ്ങനെ ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിലൂടെയാണ് ആ ഒരു അറിവ് തന്നെ നേടുന്നത്. അങ്ങനെ ആദ്യത്തെ ഇതിനു മുന്നേ ആർക്കെങ്കിലും കിട്ടിയോ ഇതൊന്നും എനിക്കും അറിയത്തില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ആ ഒരു ഓസ്കാർ ഇങ്ങേർക്ക് കിട്ടിയതിലൂടെ തന്നെ നമുക്ക് അങ്ങേരോട് ഒരു ബഹുമാനം അല്ലേ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ ആ ദിയാസന ഇട്ട വോയിസിന്റെ അകത്ത് ഇങ്ങേരൊക്കെ കിടന്ന് മെഴുകിച്ച ഓസ്കാറിന്റെ വില കളഞ്ഞെന്ന് പറഞ്ഞാൽ അയ്യോ സമ്മതിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരിയും പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അത് ഓൾറെഡി പോട്ടെ. അത് കഴിഞ്ഞിട്ട് സജനയായിട്ട് ഈ ബന്ധം വന്നിട്ട് സജന ഉമ്മ വരപ്പിക്കുക ചെയ്യുന്നത്. അതാണ് കേൾക്കേണ്ട. ആ വോയിസിന്റെ അകത്ത് ആദ്യത്തെ പ്രഗ്നൻസി വെച്ച് ബാർഗെയിൻ ചെയ്ത് 3 കോടി ചോദിച്ചെന്നുള്ളത് പറയുന്നുണ്ട്. റസൂൽ പൂക്കുട്ടിയുടെ വോയിസിലുണ്ട് അത്. പിന്നീട് മാല, വള, ഡയമണ്ട് ഇതെല്ലാം കൊടുക്കുന്നു. പിന്നെ BMW കാറ് കൊടുക്കുന്നു. പിന്നെ 40 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇവിടം കൊണ്ടൊന്നും തീരെയല്ല. ജീവിച്ചിരിക്കുന്ന അയാളുടെ ഭാര്യയെ കൊല്ലാൻ അയാൾ കൈകൊണ്ട് കൊല്ലാത്തതുകൊണ്ട് അവരെ ഫോൺ ചെയ്ത് മെന്റൽ ഹരാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സജന. അതും അയാൾ കണ്ടു നിൽക്കുക എന്നുള്ളത്. അപ്പൊ അയാളൊക്കെ എന്താണ് വിചാരിക്കേണ്ടത്? പറഞ്ഞു വരുമ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരും. ഇതുപോലത്തെ ഒരു പെണ്ണിനോട് പോയി കൂടിയിട്ട് അയാള് നല്ല മാന്യമായിട്ട് 10 ആൾ അറിഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നൊരു സ്ത്രീയും അയാൾക്ക് 2 മക്കളും ഉണ്ട്. ആ സ്ത്രീ അസുഖം ബാധിച്ച് ബ്രെയിൻ ട്യൂമറായിട്ട് കിടക്കുന്ന ആ സ്ത്രീയെ ഇതുപോലത്തെ ഒരു പെണ്ണ് വിളിച്ച്, പലരുമായിട്ട് കണക്ഷനുള്ള ഒരു പെണ്ണ് വിളിച്ച് അവരെ മെന്റലി ഷോക്ക് അവർക്ക് കൊടുക്കുകയാണ്. അതും എന്താണ്, ഈ ക്യാൻസർ വന്നിരിക്കുന്നവരുടെ പ്രതിരോധശേഷി എല്ലാം പോയി അവരുടെ ശരീരത്തിന് തന്നെ ഒരു ആരോഗ്യമില്ല. അവർ മെന്റലി ഒക്കെ എന്തോരം ഡൗൺ ആയിരിക്കും ആ അസുഖത്തിന്റെ പേരിൽ. അങ്ങനെ ഇരിക്കുന്ന ഒരാളെ അവരുടെ ഭർത്താവിന്റെ അവിഹിതത്തിൽപ്പെട്ട വെടികൾ വിളിച്ച് അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുക. അവര് പെട്ടെന്ന് ചത്തുപോകാൻ വേണ്ടി അതാണ് നോക്കുന്നത്. എന്നിട്ട് ആ സ്ഥാനത്ത് കയറി ഇരിക്കാൻ വേണ്ടി, എന്നിട്ട് അയാളെ ബാർഗെയിൻ ചെയ്ത് ലക്ഷങ്ങൾ മേടിച്ചിട്ട് 2ാമത്തെ ഗർഭം. ഇതിന്റെ അകത്ത് വേറൊരു കോമഡി ഓർക്കണം. ഫിസിക്കൽ റിലേഷന് ഏർപ്പെടുമ്പോൾ പ്രിവെൻഷൻ തടയിടാൻ വേണ്ടി ഒന്നും ഉപയോഗിക്കുന്ന പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമല്ല. അല്ല, ഇയാൾക്ക് ഒരബദ്ധം പറ്റി അബോർഷൻ കൊടുത്ത് 3 കോടി കൊടുത്ത്, എന്നാൽ ഇതൊന്ന് തലേന്ന് ഊരി വിട്ടൂടെ ഇയാൾക്ക്? ഇയാളെ തലേന്ന് ഊരി വിടാതെ വീണ്ടും പ്രഗ്നന്റ് ആവുന്നു. വീണ്ടും അത് അയാൾ ഒഴിയുമെന്നോ എന്തോ തോന്നിയപ്പോ അതുകൊണ്ട് ലൈവിലിടുന്നു. നീലക്കുയിലെങ്ങാണ്ട് അത് കാണുമെങ്ങാണ്ട്. നീലക്കുയിലാണ് ഈ 4 വർഷമായിട്ട് ഞങ്ങള് ആദ്യ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞ് 8 മിനിറ്റുകൾക്കുള്ളിൽ അവരോട് എടുത്തിടാൻ പറഞ്ഞെന്ന്. സജന തന്നെ അവരോട് എടുത്തിടാൻ പറഞ്ഞു. അവര് സോഷ്യൽ മീഡിയ ഇട്ടു. സജന തന്നെ അത് പിൻവലിച്ചോളാനും പറഞ്ഞെന്ന്. അപ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി വിളിച്ചു കാണും. അതായിരിക്കും. എന്താണെങ്കിലും ഇത്രയും സോഷ്യൽ മീഡിയ ഒക്കെ ഇട്ട് ഇയാളെ അവമാനിക്കുന്നു. ഇയാൾ ഈ നേടിയ ഓസ്കാർ, സത്യം പറഞ്ഞാൽ ഇയാള് കാരണം ഇതുപോലത്തെ അവാർഡ് ഇനി മേടിക്കാൻ പോലും ജനങ്ങൾ പേടിക്കും. അപ്പൊ അയാളുടെ സ്വന്തം വോയിസില് അയാൾ സജനയ്ക്ക് കൊടുത്ത കാര്യങ്ങളും 3 കോടി ചോദിച്ചതും എല്ലാം പറയുന്നത് ഇങ്ങനെ ഏറി പോകുന്നതായിട്ടൊരു ഫോട്ടോ ഇട്ട് ദിയാസന ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. ഈ പ്രജനസിന് സംഭവം ഇല്ല. അവര് നിലവിളിച്ച് ഞാൻ 3 മാസം കൊണ്ട് എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് 3 കോടി രൂപ ഞാൻ പറഞ്ഞു. അതെ, എന്റെ ഭാര്യ മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡ് ആയി, അതൊക്കെ മനസ്സിലായി. പിന്നെ ഈ പുള്ളി നിർബന്ധമായിട്ട് മീറ്റിംഗ്, അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി. ഇതിനോട് എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇവള് ഇട്ടൊരു മെസ്സേജ്
പിന്നെ ഇവിടുത്തെ പ്രൂവ് ചെയ്യാൻ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ബന്ധം ഉണ്ടാക്കി തീർക്കും എന്ന് വെയിറ്റ് ചെയ്യും. എനിക്ക് സമയം എന്താ ഒരു ദിവസം എടുത്തിട്ട് പോകല് ഒന്ന് സെറ്റിൽ ആയിട്ട് എനിക്ക് സമയം ഉണ്ടായി കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കാരണം ഞാൻ കളഞ്ഞിട്ട് പോകുന്നില്ല അനുസരിച്ചുണ്ട്. ഞാൻ പോകത്തില്ല ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല, നമുക്ക് നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതെ ഞാൻ അതാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ നിങ്ങളെ ശ്രമത്തിലാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിനെ ഇവള് ഡിമാൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതിനവൾ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. സെറ്റിൽ ചെയ്യാൻ അതെ മാത്രമേ നടക്കുള്ളൂ. 3 കോടി എന്റെ ഇരിക്കുന്നു. ഞാൻ ആൾറെഡി അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% പൈസ കൊടുത്തിട്ടുണ്ട്. സോ ഫാർ ഫ്രം 23 September onwards I have paid her almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, അവന്റെ കഴുത്തിൽ കിടക്കുന്ന 10 ഗ്രാമിന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, ഇതല്ല ഇവർക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അത് തന്നെ 10-20 ലക്ഷം രൂപ. ഇവിടെ എന്നോട് ചോദിച്ചു ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവർ കാരിയാണ്. അതുകൊണ്ട് ഇവള് പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പം ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ശാരീരിക ബന്ധമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി. ഇതെല്ലാം ചെയ്തിട്ട് കൊളാപ്സായി ഹോസ്പിറ്റലിൽ ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിന് കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവര് എത്ര ആളുകളെ ഇതിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്നറിയോ? ഫിറോസിക്ക പറഞ്ഞിട്ടുള്ള പല പുരുഷന്മാരെ കയ്യിൽ നിന്നും ഇവര് കാശ് വാങ്ങി, ലക്ഷങ്ങള് കാശ് വാങ്ങി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവര് പേടിച്ചോടിയ കഥകൾ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഫിറോസിക്കാന്റെ ലൈഫ് തൊലച്ച റസൂൽ പൂക്കുട്ടി ഒരു പൂക്കുട്ടി മാത്രമല്ല, ഈ പൂക്കുട്ടിക്ക് പല ബന്ധങ്ങളും വേറെയും ഉണ്ട്. അതിനിപ്പോ ഞാൻ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ചെലവിനെടുത്തോണ്ടിരിക്കുന്ന സ്ത്രീകൾ അവര് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അവര് വാങ്ങിച്ച് തിന്നുന്നു, അവരവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു. അത് അവരുടെ പ്രൈവസി. അതുകൊണ്ടിട്ട് ആ സ്ത്രീകളെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് 1 കേസ്, പാലക്കാട് 2 കേസ്, കൊല്ലത്ത് 1 കേസ് എനിക്കറിയാം. ഇത്രയും മതി. റസൂൽ പൂക്കുട്ടീനെ പറ്റിയിട്ടാണ് ഇതൊക്കെ വെച്ചിരുന്നിട്ടാണ് സജിന. പിന്നെ ഈ ലോകം മൊത്തത്തിലെ ഒരു സർക്കിൾ ഓഫ് പീപ്പിൾ ആയത് കൊണ്ടിട്ട്, ഒരു മാഡം ആയത് കൊണ്ടിട്ട് പ്രശ്നമില്ല. എല്ലാരും കണക്ക് തന്നെയാണ്.